ഒരു വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളിൽ ഒന്നെന്ന് പറയുന്നത് കിച്ചണാണ്. അപ്പോൾ പണ്ട് കാലം മുതലേ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വീടുകളിലും നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചൺ കണ്ടുവരാറുള്ളത്. കേരളത്തിൽ ആണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് വളരെ 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 കുറവാണ്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം വീടുകളിലും കിണറുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അടുക്കളയിലേക്കായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാകാം ഒരുപക്ഷെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കൊണ്ടുവന്നത്. പക്ഷേ വാസ്തുവിൽ പറയുന്നു വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ പാടില്ല, വടക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി വന്നു കഴിഞ്ഞാൽ അവിടെ ആ വീട്ടിൽ സ്വർണം നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്ത ബഹുഭൂരിപക്ഷം വീടുകളിലും ഈ ഒരു അറിവ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ബഹുഭൂരിപക്ഷം വീടുകളിലും അവിടെ സ്വർണം നിൽക്കുന്നില്ല. ഒന്നുകിൽ അത് വിറ്റുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഇത് എന്നോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ മനസ്സിലാക്കിയ കാര്യവും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഇത് സത്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ ഒരുപാട് പേര് തർക്കിക്കുന്നുണ്ട്, പണ്ട് കാലം മുതലേ അവിടെയല്ലേ വെക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം മുതൽ അങ്ങോട്ട് ഉള്ള സ്ഥലങ്ങളിലാണ്, നമ്മുടെ കണ്ണൂർ അങ്ങനെയുള്ള അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ, വടക്കോട്ടുള്ള ജില്ലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ നല്ലതല്ല. ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? നമുക്കിപ്പോൾ ഇത് അഗ്നികോണിലേക്ക് ഈ കിച്ചൺ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായുകോണിലേക്ക് ഈ കിച്ചൺ കൊണ്ടുവരാൻ പറ്റുന്നില്ല. സാർ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ കിച്ചണിൽ ഇതിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു റൂമാണ്. ഈ നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾ സിങ്ക് വയ്ക്കുക. നോർത്ത് ഈസ്റ്റിൽ സിങ്ക് വെച്ചിട്ട് സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങളുടെ സ്റ്റൗ ചേഞ്ച് ചെയ്യുക. ഈ കിച്ചണകത്ത് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുകയാണ്. അതായത് ഈശാന കോണിലാണല്ലോ വെള്ളം വരേണ്ടത്. അപ്പം ഈ സ്ലാബ് നമ്മൾ ഇവിടെ ഇങ്ങനെ പണിഞ്ഞിട്ട് അതിൽ ഈശാന കോണിന്റെ ഭാഗത്ത് നമ്മൾ എന്തോ ചെയ്തു, വെള്ളം കൊണ്ടുവന്ന് വെച്ചു, സിങ്കം കൊണ്ടുവച്ചു. എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് അതിൻ്റെ അഗ്നിക്കോണിൽ നമ്മൾ സ്റ്റൗവും വെച്ചു. എന്നിട്ട് ഇത് രണ്ട് നമ്മൾ കിഴക്ക് നോക്കി നിന്ന് പെരുമാറുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാം. ഇവിടെ സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഒരു കാരണവശാലും ഫ്രിഡ്ജ് വെക്കാൻ പാടില്ല. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ കലഹത്തിനുള്ള സാധ്യത ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഗ്നിയാണ്, ഇത് ജലമാണ്, ഇത് രണ്ടും മുഖത്തോട് മുഖമാണ് ഇരിക്കുന്നത്. ഇവിടെ കലഹം ഉണ്ടാവും. ഇനി നിങ്ങൾ അവിടെ വെച്ചു, വേറെ മറ്റു ഒരു മാർഗങ്ങളും ഇല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ ഒരു വുഡ് പീസ് കൊണ്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ മാറ്റ് ഇവിടെ ഇട്ടാലും ഈ പ്രശ്നത്തിന് സോൾവ് ആവും. കാരണം ഈ വെള്ളം, അത് ഫ്രിഡ്ജ് വെള്ളമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന സ്റ്റൗവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റൗ കെട്ടുപോകും, അണഞ്ഞു പോവും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നിറങ്ങളും ഒരു എലമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് പഞ്ചഭൂതങ്ങളിൽ ഒരു എലമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ എന്ന് പറയുന്ന കളറ് വുഡ് എനർജിയാണ്. വുഡ് എനർജി ആകുമ്പോൾ ഈ വാട്ടർ വുഡിലേക്ക് വന്നു, ഈ വുഡ് വളർന്നു, ഈ അഗ്നിയെ കത്താൻ സഹായിക്കുന്നു എന്ന് പറയുന്ന ഒരു സൈക്കിളിലേക്ക് ഇത് മാറുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷുയിൽ പറയുന്നു. അത് ഇവിടെ പരിഹാരം ഉണ്ടാവും. ഇതിന് ഈ രീതിയിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വഴക്കുണ്ടാവുകയും ഇതിന്റെ ഇടയിലേക്ക് ഈ ഒരു കളർ വരുമ്പോൾ അവിടെ സോൾവ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഓൾറെഡി റിസൾട്ട് തരുന്നുണ്ട്. ഈ രീതിക്ക് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് മുന്നോട്ട് പഠിച്ചു പോകാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയും കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും കാണിക്കുന്നുണ്ട്. ഇത് 100 വീട്ടിലും വരണമെന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം വീടുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഞാനൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ കിച്ചൺ എവിടെ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അഗ്നികോണിൽ വെക്കുക. അഗ്നികോണിൽ വെക്കുക. അവിടെ പറ്റാത്തവർക്ക് വേണമെങ്കിൽ വായുകോണിൽ വയ്ക്കാം. ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ഗ്രീൻ ജേഡാണ്. ഇത് നമുക്ക് വെൽത്തിനും ഹെൽത്തിനുമായിട്ട് ഉപയോഗിക്കാം. ബഹുഭൂരിപക്ഷവും ഹെൽത്തിനായിട്ടാണ് ഫംഗ്ഷയിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇനി വെൽത്തിനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിട്രിൻ്റെ മാല ഉപയോഗിക്കാം. സിട്രിൻ എന്ന് പറയുന്നിട്ടുള്ള മാല നമുക്ക് ഉപയോഗിക്കാം.
ഇത് ടൈഗർ ഐ എന്ന് പറഞ്ഞിട്ടൊരു മാലയാണ്. എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈഗർ ഐ ഉപയോഗിക്കാം. ഇത് വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം. ഇത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഇത് തോട്ട് ചക്ര ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഓരോ സ്റ്റോണുകളും ഓരോ പർപ്പസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മളിലേക്ക് വരും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.